കാണുന്ന ഈ ചെറിയ കെറ്റിൽ പലർക്ക് ചായ ഉണ്ടാക്കാൻ മാത്രമാണെന്ന് തോന്നും. പക്ഷേ ഇതിന് ഇനിയും പല യൂസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. 100 കൂട്ടം അല്ല 1000 കൂട്ടം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടിപ്സുകളൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഒരു കെറ്റിലുണ്ടെങ്കിൽ 100 കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. ഗ്യാസ് ഇല്ലാത്ത സമയത്ത് കെറ്റിലുണ്ടെങ്കിൽ ഈസിയായി വെള്ളം ബോയിൽ ചെയ്യും. ഇക്കാലത്ത് ഗ്യാസിന് ഭയങ്കര ഷോർട്ടേജ് ആണ്. അതുപോലെ തന്നെ ഗ്യാസിന് നല്ല വിലയുമാണ്. അപ്പോൾ ഗ്യാസ് ഇല്ലാത്തവർ ഗ്യാസ് ഉണ്ടെങ്കിൽ നമ്മൾ അതുപോലെ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തീർന്നു പോയാൽ ഇപ്പോൾ കിട്ടത്തേയില്ല. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട്, നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം ഇനി ഗ്യാസ് ബുക്ക് ചെയ്യാനും എടുക്കാനും ഒക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കെറ്റിൽ കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിലെ ചോറും കറികളും എല്ലാം വെക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ മേടിച്ച കിറ്റ്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. ഫസ്റ്റ് ടിപ്പ്, ഞാൻ കെറ്റിലിൻ്റെ ഇതെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിപ്പോൾ ഒരു തലവേദന ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ആരെങ്കിലും വന്ന് നമുക്ക് ഗ്യാസ് ഇല്ല, ഉടനെ ഒരു കെറ്റിലെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കാപ്പിക്ക് കടുങ്കാപ്പി വെക്കുന്നവർക്ക് ചായ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അത് വെക്കാൻ കേട്ടോ. ഒരു പ്രശ്നവുമില്ല, പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടുകയും ചെയ്യും. ഒന്ന് തിളച്ചിട്ട് ഇത് ഓഫാക്കിയാൽ മാത്രം മതി. ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റുന്നതാണ് കേട്ടോ. നമ്മുടെ സാധാ കെറ്റിലല്ല, ഇത് വേറെ ഇതിലാണ്, മൾട്ടി പർപ്പസ് കെറ്റിലാണിത്. അപ്പം നമുക്ക് ഈ ഒരു കെറ്റിലും കൊണ്ട് ഇത് കണ്ട് ഇപ്പം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള കാപ്പിപ്പൊടി അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് കടുങ്കാപ്പി റെഡിയാക്കാൻ പറ്റും. കണ്ടില്ലേ, സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കാപ്പി ഇവിടെ റെഡിയാക്കാൻ പറ്റും. ഇത് ചായ, കടുങ്കാപ്പി, അതുപോലെ കോഫി, ബ്രൂ കോഫി, പാലിൻ്റെ ചായ, പാൽ, ഇതെല്ലാം കാച്ചാനും എടുക്കാനും ഒക്കെ നമുക്ക് പറ്റും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസോ അതുപോലെ തന്നെ ഇൻഡക്ഷൻ അടുപ്പ്, കുക്കറൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും അതിലെല്ലാം വളരെ നല്ലതാണ് ഇത്. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് തിളച്ചതിന് ശേഷം ഇത് ഓഫാക്കി വിട്ടാലും അത് അവിടെ കിടന്ന് വേകുകയും ചെയ്യും. അരിയാണെങ്കിലും ചോറാണെങ്കിലും എല്ലാം കേട്ടോ, നല്ലൊരിതാണ്. അപ്പോൾ ഞാൻ കടുങ്കാപ്പി ഒന്ന് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഈ ഒരു കെറ്റിലിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം കുക്കറിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും മുട്ടയൊക്കെ നമ്മൾ പുഴുകാൻ വേണ്ടിയിട്ട് കുക്കറിലൊക്കെ ഗ്യാസ് എടുപ്പുണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഗ്യാസ് ഇല്ലെങ്കിൽ നമുക്ക് ഇതിലും മുട്ട പുഴുങ്ങിയെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യമേ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒന്നും വേണ്ടതിന് കേട്ടോ, കുറച്ച് വെള്ളം മതി. എന്നിട്ട് മുട്ട നല്ലപോലെ കഴുകി ഒന്ന് ചൂടായി വരുന്ന ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കുക. എന്നിട്ട് മുട്ട ഒന്ന് വേവിക്കുന്ന കൂടെ തന്നെ നിങ്ങൾക്ക് ഈ കൂടെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആവി കയറ്റേണ്ടതെല്ലാം നമുക്ക് അരിയത്തേക്കാം. അതുപോലെ തന്നെ ചോറ്, പിന്നെ മെഴുക്കുവരട്ടി, കറികളൊക്കെ ചൂടാക്കണമെങ്കിലും ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുന്ന ആ ഒരു അരിപ്പ പാത്രമുണ്ട്, അത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ചൂടാക്കിയെടുക്കണം. അപ്പോൾ മുട്ട ഒന്ന് തിളച്ച് വന്ന ഉടനെ തന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഏത്തക്ക പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെക്കുവാണെങ്കിൽ പല രീതിയിൽ അത് ഇതിൽ അപ്പച്ചമ്പിലാണെങ്കിലും നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഗ്യാസ് ഇല്ലാത്ത അവസരങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും അവർക്ക് ഇത് ചായ മാത്രം വെക്കാനും അതുപോലെ കാപ്പി മാത്രം, പിന്നെ അല്ലെങ്കിൽ വെള്ളം ചൂടാക്കാനും ഒക്കെ ഇത് പറ്റത്തുള്ളതാണ്. പക്ഷേ നമുക്ക് വീട്ടിലത്തെ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കുന്ന സ്പൂണുകൾ, തവികൾ, അതുപോലെ കത്തി, ഇതൊക്കെ അഴുക്കും ചെളിയും തുരുമ്പും ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണ് നമ്മുടെ ഈ കെറ്റിൽ കേട്ടോ. ഇപ്പോൾ ഞാൻ ഏതൊക്കെ വന്നപ്പോൾ അതും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നിങ്ങളും വീടുകളിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ പട്ടിണി കിടക്കത്തില്ല. ആഹാരം വെക്കേണ്ട, വെളിയിൽ നിന്നും പൊതിച്ചോറ് കാര്യങ്ങളൊന്നും മേടിക്കേണ്ട, പൈസ കളയുകയും വേണ്ട. വീട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നല്ലപോലെ കുറച്ചിടാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് സിമ്പിളാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മറ്റേ കെറ്റിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിലൊന്നും കുറച്ചിടാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ അത് കരിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതൽ. എന്നാലും അതിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് എനിക്ക് കറക്റ്റായിട്ടാണ്. ഇപ്പോൾ ഞാൻ മെഴുക്കുവരട്ടി മിച്ചം വന്നത് അതൊക്കെ എടുത്ത് ചൂടാക്കി, നോയമ്പായത് കാരണം എല്ലാം നമുക്ക് മിച്ചം വരും, ബാലൻസ് വരും. അതൊക്കെ നമ്മളൊന്ന് ചൂടാക്കി വെക്കണമെങ്കിൽ ഇതേ രീതിയിൽ ഇപ്പോൾ ഏത്തക്ക പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, അതും കൂടെ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വെക്കണം. ചള്ളായി പോകത്തൊന്നുമില്ല കേട്ടോ. ആവി കയറ്റാനൊക്കെ വളരെ എളുപ്പം. അപ്പോൾ ഏത്തക്കായും വെന്തിവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഏത്തക്കായും മുട്ടയൊക്കെ നല്ലപോലെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുട്ട ഒരു തുണ്ണു പോലും പൊട്ടിയിട്ടുമില്ല കണ്ടോ. മുട്ട കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് ഇതൊന്ന് ഓഫാക്കി ഇടുവാണെങ്കിൽ തന്നെ മുട്ട വേഗം കേട്ടോ. അതിന് ഒത്തിരി നേരം ഒന്നും ഇത് വർക്ക് ചെയ്യിക്കേണ്ട കാര്യവും ഇല്ല കേട്ടോ. അങ്ങനെ മുട്ടയും അതുപോലെ തന്നെ നമ്മൾ ഏത്തക്കായും മെഴുക്കുവരട്ടിയും ഒക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിന് അടുത്ത ടിപ്പ് കാണിക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കാം, അതുപോലെ കറികളൊക്കെ വെക്കാം, കിഴങ്ങ് പുഴുങ്ങിയെടുക്കാം, നമുക്ക് പിന്നെന്താ നമ്മുടെ
തക്കാളിയുടെ തോല് കളയാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി അത് ആവി കയറ്റിയെടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 100 കൂട്ടം 1000 കൂട്ടം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം വീഡിയോ ഞാൻ പറയുന്ന പോലെ. പക്ഷേ ഇതെല്ലാം കൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ വീഡിയോ നല്ല ലെങ്തായി പോവും. അത്രയ്ക്ക് നല്ല രസം. അപ്പോൾ അതും കൂടെ കുറച്ച് ടിപ്പുകളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഊറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സവോള എഴുന്നതാണ് അതിൻ്റെ തിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വരണ്ട് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് മസാല എല്ലാം ചേർത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്ത് നമുക്ക് ആ മുട്ടക്കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഇത് ഇതിൻ്റെ നമ്മൾ ടെമ്പറേച്ചറൊക്കെ ഒന്ന് കുറച്ച് വെക്കാൻ പറ്റുന്ന കാരണം കരിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ആ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ വഴറ്റി എടുത്തിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്ത് മുട്ട റോസ്റ്റ് റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ, നമുക്ക് എളുപ്പമല്ലേ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഇല്ലെങ്കിലും ഒരു ചെറിയ ചോറും കറിയൊക്കെ വെക്കണമെങ്കിൽ ഈ ഒരു സാധനം മാത്രം മതി കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട്, ഞാനിത് ചെയ്യാറുള്ളതുമാണ്. പിന്നെ പലരും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്, എടുക്കാതെ വെക്കും. പക്ഷേ പെട്ടെന്ന് അത് കേടായി പോകും. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ നന്നായിട്ട് അത് ഇരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പമായില്ലേ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോറ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ ചോറ് നിങ്ങൾക്ക് വെക്കാനായിട്ട് പെട്ടെന്ന് ഒരു ടിപ്പും കൂടാണ് കേട്ടോ. ഇപ്പം നമ്മൾ നല്ല വേവ് കൂടിയ അരിയാണെങ്കിൽ 5 മിനിറ്റ് അരി ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഇതിലിട്ട് വേവിച്ചിട്ട് നല്ലപോലെ ഒന്ന് 2-3 തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇതങ്ങ് ഓഫാക്കി വെക്കുക. ഓഫാക്കി വെച്ചതിന് ശേഷം എടുത്ത് നോക്കും, ചോറ് നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ റേഷൻ അരിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ തന്നെ ഒറ്റ നേരം കൊണ്ട് തന്നെ ഇത് വേവിച്ചെടുക്കാൻ പറ്റും. പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. ഒട്ടിപ്പിടിക്കാതൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ. ഇപ്പം ഞാൻ ചോറിനെ ഒന്ന് ചൂടാക്കി എടുക്കും. അപ്പോൾ നമുക്ക് ചിലർക്ക് ചൂടോടുള്ള ചോറ് വേണം, ചിലർക്ക് തണുത്ത ചോറ് മതി. അപ്പോൾ ഈ ചൂടോടുള്ള ചോറ് വേണ്ടവർക്ക് ആവശ്യത്തിനുള്ള ചോറ് എടുക്കുക പെട്ടെന്ന് തന്നെ. അപ്പോൾ അതിന് ഗ്യാസ് അടുപ്പ് എടുക്കാൻ ഒന്നും ഓടേണ്ട കാര്യമില്ല. ഇതങ്ങോട്ട് എടുത്ത് വെക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് ചൂടാക്കി പെട്ടെന്ന് ഇത് ചൂടാകുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ കൈയൊക്കെ പൊള്ളൂലേ, ഇതിൽ കൈ പൊള്ളത്തില്ല കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിന് കേട്ടോ. അതിൽ നമുക്ക് ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ പോലും കൈ പൊള്ളത്തില്ല. അത്രയ്ക്ക് അത് നല്ലതാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് കുട്ടികളുടെ ആണെങ്കിൽ അടുത്തുണ്ടെങ്കിൽ കൈയൊന്നും പൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ അതെ ആ ചോറും ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഈ വെള്ളം കളയരുത് കേട്ടോ. ഈ വെള്ളം വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ടിപ്പ്, ഈ വെള്ളം കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിലെ അഴുക്കും ഓയിലും നെയ്യും ഒക്കെ പിടിച്ച സ്പൂണുകളൊക്കെ കാണുമല്ലോ, കഴുകിയാലും പോകത്തില്ല, അങ്ങനെയൊക്കെ വഴുവഴന്ന് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഈ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കാം. അതിലേക്ക് 1 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഡിഷ് വാഷും കൂടെ ഒഴിച്ച് ഒരു പാത്രത്തിൽ ബേസണിലാക്കിയിട്ടാണ് ഇവിടെ സ്പൂണെല്ലാം പിറക്കി ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ കത്തിയും ഉണ്ട് കേട്ടോ. കയ്യൊന്നും മുറിയാതെ സൂക്ഷിച്ചോണെങ്കിൽ ചെയ്യുന്നൊരു അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ട് കത്തിയിലെ തുരുമ്പ് കറ ഇതൊക്കെ കളയാനും വളരെ നല്ലതാണ് ഈ ഒരു ഇത്. അപ്പോൾ ഈ വെള്ളവും കളയാതെ ഇങ്ങനെ ചെയ്തിട്ടൊന്ന് കഴുകിയെടുത്ത് നോക്കി നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടം നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു കെറ്റിലും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് ടെമ്പറേച്ചർ ഒന്നും കുറച്ചിടാൻ പറ്റാത്തതുണ്ട്. നമുക്ക് പറ്റുന്ന ഈ കറികളൊക്കെ വെക്കുമ്പോൾ നോക്കി നിന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ പിറകെ നിന്നിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ വീട്ടിൽ കെറ്റിൽ ഇൻഡക്ഷൻ അടുപ്പ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിലും എല്ലാ പച്ചക്കറികളും സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം അടുത്ത് നിന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ ജോലി തീരുകയും ചെയ്യും കേട്ടോ. അതോടെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ നമ്മുടെ തവിയെല്ലാം ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. കത്തിയെല്ലാം നല്ല തേച്ച് കഴുകി എടുത്തിട്ട് കയ്യിൽ നിന്ന് മുറിയാതെ നോക്കിക്കോണം. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടി ചെയ്യും. ഇനി അടുത്ത ടിപ്പ്, ഇടിയപ്പം ഉണ്ടാക്കാനും ഇത് മതി കേട്ടോ. ഇടിയപ്പം, ഇഡ്ഡലി ഇതെല്ലാം ഉണ്ടാക്കാൻ നമുക്ക് ഈ ഒരു സൂത്രം മാത്രം മതി. അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. സിമ്പിളാണ്. ഇടിയപ്പം തട്ടുകൊണ്ട് ഇഡ്ഡലി തട്ടുകൊണ്ട് ഇതിൽ തന്നെ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇടിയപ്പത്തിന് മാവ് വാട്ടാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അല്ലേ? സിമ്പിളായിട്ട് മാവ് വാട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ആ മാവ് വാട്ടിയതിന് ശേഷം ഇതുപോലെ വെള്ളം കെറ്റിലിൽ കുറച്ച് വെള്ളം എടുത്ത് ചൂടായി വരുമ്പോഴത്തേക്കും അതിന് മുകളിലായിട്ട് നമ്മൾ അരിപ്പ വെച്ചിട്ടില്ലേ, ഇതിൻ്റെ ആ അരിപ്പയിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് തേങ്ങ ആദ്യമായിട്ടും കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇതുപോലെ അപ്പം വീശി വെക്കുക. കണ്ട, ഇത് രണ്ട് ലെയറായിട്ട് ഇങ്ങനെ തന്നെ വീശി വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചെറുതായിട്ട് തന്നെ മൂന്നായിട്ട് ചെറിയ ഇടിയപ്പം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതില്ലാതെ തന്നെ നമുക്ക് ഇഡ്ഡലിക്കിയുടെ തട്ടിൻ്റെ അകത്തുണ്ടായിരുന്നു, അതിലാണെങ്കിൽ നമുക്ക് ഇടിയപ്പത്തിന് വീശി വെക്കാവുന്നതേ ഉള്ളൂ. നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി തന്നെ ഉണ്ടാക്കാൻ നമ്മൾ ചിലരൊക്കെ ഇഡ്ഡലി പാത്രത്തിലൊക്കെ ഇടിയപ്പം വീശി വെക്കാറുണ്ട്. അപ്പോൾ ചെറിയ ഇഡ്ഡലി അതുപോലെ ഇടിയപ്പമൊക്കെ ചെറുതായിട്ടൊക്കെ നമുക്ക് ഇതിലുണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ആവി കയറിയിട്ട് വെന്ത് വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ അകത്തുള്ള ഇഡ്ഡലി തട്ട്. അപ്പോൾ ഈ ഇഡ്ഡലി തട്ടിൽ നമുക്ക് ഇതുപോലെ ആവി കയറ്റിയെടുക്കാവുന്ന ഉള്ളൂ ഇടിയപ്പവും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. പിന്നെ ഗ്യാസ് ഇല്ലാന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ വില കൂടിയിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സാധനം മാത്രം മതി കേട്ടോ. ഇതാണ് കിറ്റിൽ
വിറകടുപ്പ് ഇല്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് എന്നെ പോലെ. അപ്പോൾ അവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഏറ്റവും വലിയ ഹീറോ നമ്മുടെ വിറകടുപ്പ് തന്നെയാണ്. അപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്ക് ഹീറോ ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഗ്യാസ് വരുന്നതെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ.